ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നമ്മളെ കാശ്മീരി വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ കണ്ടില്ലേ, അതാണ് നമ്മളെ വീട്. അപ്പം ബാക്കിലേക്ക് ആ റിവറും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഇന്ന് നമ്മളെന്ന് വെച്ചാൽ ഇത് ആരു വാലി റൂട്ടിലാണ് കേട്ടോ. ആരു വാലി റൂട്ടിൽ പോകുന്ന വഴിയിൽ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് ഈ വീട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇന്ന് നമുക്ക് ആരു വാലിയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചിഞ്ചുത ആദ്യമായിട്ട് എന്താ പറയാ പൈതൽ അങ്ങനെ ബുക്കൊന്നുമില്ല. അങ്ങനെ ചിഞ്ചു കുതിരമ്മ ഫസ്റ്റ് ആയിട്ട് കയറല്ലേ ഈ എന്താ പറയാ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ആരുവാലിയിലേക്കാണ് വന്നത്, നമ്മളെ അവിടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 500 കൊടുത്തിട്ട് ആരുവാലിയിലേക്ക് ട്രക്കിങ്. അത് നിങ്ങൾ ബാർഗൈൻ ചെയ്താൽ 300-നൊക്കെ കിട്ടും കേട്ടോ. നമ്മളിന്ന് അത്ര ബാർഗൈൻ ചെയ്യാൻ പോയിട്ടില്ല. ഇനി വെച്ചാൽ ആ ഒരു ഇതില്ലേ, അവിടെ കുറേ മരങ്ങൾ, അതിൻ്റെ ടോപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രക്കിങ് നടത്തുന്നത് കേട്ടോ. ആ നല്ല ചളിയാണ് കേട്ടോ ഗൈസ്. ഇത്ര ചളിയുള്ള ഞാൻ ആലോചിച്ചില്ല. അല്ലെങ്കിൽ ഒരു കുതിരനെ കൂടി എടുത്ത് പോന്നാൽ മതിയായിരുന്നു. പണി കിട്ടി. അടിപൊളി കേട്ടോ, നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. കുറേ ആടിനെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ കണ്ടോ, നമുക്കിഞ്ഞേ ആ റൂട്ടിലൂടെ അങ്ങനെ കയറി പോകണം കേട്ടോ. നല്ല ലോങ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ. എന്തോ തരാറുണ്ട് കേട്ടോ ഇനി ഈ പെട്ട് ഈ തീർന്ന്. അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ ഗൈസ്, നോക്കിയേ. നല്ല കിടിലൻ ഒരു സ്പോട്ടാണ്. ഇവിടെ ഇങ്ങനെ കുതിരൻ്റെ മുകളിൽ പോട്ടാ. ഹൈവ ഇനി എന്ത് വേണം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അടിപൊളി കേട്ടോ. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ റൂട്ട് ഇതല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ വന്നിട്ട് അവിടെ മൊത്തം ക്ലോസ് ആണ്. അത് ഡയറക്റ്റ് നമുക്ക് കയറായിരുന്നു അവിടുന്ന്. ഇത് നോക്കിയേ, കുതിരൻ്റെ പുറത്തുള്ള യാത്ര. ആ ബാക്കിലൊക്കെ നോക്കിയാൽ മഞ്ഞുമലകൾ, ഒരു രക്ഷയില്ല കേട്ടോ. അമ്മേ ആ നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ നടക്കാൻ, അടിപൊളിയാ. ചെറിയൊരു ട്രക്കിങ്. ഞാൻ കുറേ ദിവസമായി ഒന്ന് നല്ല ട്രക്കിങ് നടത്തണം എന്നുള്ള രീതിയിൽ. അടിപൊളിയായി, ഉഷാറ് നടത്താൻ.
ആരു വാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ടിക്കറ്റൊക്കെ ഉണ്ട്, 20 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. പിന്നെ സിപ്പ് ലൈനിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ അറിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അല്ല എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല നല്ല വൈബല്ലേ, നല്ല രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാശ്മീരിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഹോഴ്സ് റൈഡിങ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് നടക്കാനാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ 4 ദിവസത്തെ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറേ ട്രക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ കുതിരമേൽ അല്ലേ, ബാക്ക് പെയിനൊക്കെ വരും. അയ്യോ നേരെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റൂല എന്നുവെച്ചാൽ ഭയങ്കര പണിയാണ്. നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് കുതിരമേലുള്ള റൈഡ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആവണം. നമ്മളൊന്നും എക്സ്പീരിയൻസ് അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ടൂറിസ്റ്റായി വന്നിട്ട് നമ്മൾ ട്രക്ക് ചെയ്യല്ലേ. പക്ഷെ ഒരു 2 മണിക്കൂറൊക്കെ 1 മണിക്കൂറൊക്കെ അല്ലേ, 1 മണിക്കൂറൊക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ആരു വാലിക്ക് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറില്ലേ, അരമണിക്കൂറില്ല, അപ്പോൾ ഒരു 15-20 മിനിറ്റ് അല്ലേ വൺ സൈഡ് ഇല്ല, വൺ സൈഡ് ഒരു 15 മിനിറ്റ് അല്ലേ. പക്ഷെ അടിപൊളി കേട്ടോ. നിങ്ങൾ താഴോട്ട് നോക്കി കാണാൻ നല്ല അടിപൊളി ഒരു വാലിയാണ്. ഇതാണ് നമ്മൾ ഈ അരു വാലി എന്ന് പറയുന്നത് കേട്ടോ. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ആരു വില്ലേജ് കാണാം അവിടെ ദൂരെ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ആരുവാലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇല്ല അല്ല, അത് പൊട്ടി പോന്നോ കിട്ടില്ല. നോക്കിയാ എൻ്റെ ഡ്രോൺ ഷോട്ട് വരുന്നുണ്ട്. നോക്ക് നോക്ക് അയ്യോ കടിച്ചോ. അയ്യോ നിങ്ങൾ കെട്ടി പറഞ്ഞു ഇവിടെ വൈറലാവാനല്ലേ. അപ്പോൾ നമ്മളെ കുതിര എന്താ ചെയ്താണ്, റൂട്ട് മാറ്റി കേട്ടോ. അതിന് വെള്ളം കുടിക്കാനേ വെള്ളം കിട്ടായിട്ടാന്ന് പറഞ്ഞേ. അയ്യോ ഞാനെങ്ങനെ പോരാ. ചേട്ടാ അവിടെ കുറച്ച് വെള്ളമായി ഉള്ളില്, സോക്സില്. അയ്യോ അല്ലേ ഇല്ലേ. അടിപൊളിയല്ലോ ഇന്നത്തെ ട്രിപ്പ്. കിട്ടോ. അന്ന് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അവരെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് അവിടെ താമസിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണട്ടോ. നല്ല കിടുവായില്ലേ. ഇപ്പോൾ ഒരിക്കൽ വെളിച്ചം വരുന്നതനുസരിച്ച് ഇല്ലേ അവർ സ്നോ നല്ല രസമായി വരുന്നുണ്ട്.